പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 3-ാം തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ, കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാണ്.
കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ്. മത്സരം ഒരു അവസരം. എന്തിൻ്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുറിയിൽ പ്രശ്നമുണ്ടാകും, ഒരു മുറിയിൽ യേശു ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറി പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണം. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്, അടുക്കളയിലൊരു പ്രശ്നം, ആ മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തെ യേശുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് വചനം പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുമായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംഫസിസ് അറിയണം എന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം.
എൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാൻ്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പം ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ല നമ്മളുണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി, അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാർ വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഉള്ള അവലംബമായിട്ടാണ് അത് വരണത്. ഇനി രസമെന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവനെ രാത്രിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പോൾ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പ് വചനത്തിൻ്റെ കൂടെ താമസം ആരാണ്? അമ്മയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ ഉടനെ യേശുവിൻ്റെ അമ്മ പിന്നെ 2:3 അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ്. ഇങ്ങനെ തീർന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഇപ്പം പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞാൽ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയുന്നത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും മനസ്സിൽ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98-94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. ചില മക്കളെയും കൊണ്ട് അമ്മമാരും തന്നെ കാണാം. അതുങ്ങളിങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിഞ്ഞേറി ആൾക്കാരെ നിൽക്കണമെന്ന് അറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാര്യം ദൈവതിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? ഞാനെന്തിനാണ് ആൾക്കാരെ ഒന്ന് പ്രാർത്ഥിക്കണത്? ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാം, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ
എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്. മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷ വിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവനെ പോലെ തന്നെ ആയിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല അനുഗ്രഹങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയണത് അവർ ഇൻവെസ്റ്റ് ചെയ്യണ വിശ്വാസം ഒന്ന് അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം അത് ആ വിഷയം എടുക്കണില്ല. വായ്പ മേടിക്കണ്ട, വിലക്കും മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.